ഹലോ, എല്ലാവർക്കും നമസ്കാരം. UAE അബുദാബിയിലുള്ള ബാബ്സ് ഹിന്ദു മന്ദിർ, അവിടെയാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ വരുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ വരുന്നതായിരിക്കുമെന്ന്. കാരണം ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഭയങ്കര തിരക്കാണ് എന്ന്. പക്ഷേ ഇന്ന് അത്ര തിരക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു ഉച്ച സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് ആ ഒരു സൂര്യപ്രകാശത്തിൽ നല്ല വെളിച്ചത്ത് അമ്പലം കാണാനും സാധിക്കും. അതിനുശേഷം നമുക്ക് വൈകുന്നേരത്തെ പൂജയും കൂടി അറ്റൻഡ് ചെയ്ത് ഗംഗാരതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോകാം. നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഏകദേശം 108 അടിയോളം ഉയരമുള്ള 27 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് ഗാർഡൻസും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. UAE എമിറേറ്റ്സിന് 7 എമിറേറ്റ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 7 ഗോപുരങ്ങളുണ്ട് ഈ അമ്പലത്തിൽ. അമ്പലത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ ക്യാമറ ഉണ്ട് എങ്കിൽ അത് അലൗഡ് അല്ല. ഇനി നിങ്ങൾക്ക് എന്തായാലും വീഡിയോസോ ഫോട്ടോസോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വരുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ക്യാമറസ് വേണമെങ്കിൽ അവർക്ക് മെയിൽ ചെയ്ത് പെർമിഷൻ എടുക്കാവുന്നതാണ്. ഈ അമ്പലം കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ ഇനാഗ്രേറ്റ് ചെയ്തത്. എപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ഇപ്പോഴാണ് നമുക്ക് ഈ അമ്പലത്തിലോട്ട് വരാൻ സാധിച്ചത്. ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ചുമരുകളാണ് കേട്ടോ അമ്പലം. ഏകദേശം 700 കോടിയോളം രൂപ ചിലവായി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സ്റ്റോണും അതുപോലെ ഇറ്റാലിയൻ വൈറ്റ് മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ഈ അമ്പലം മുഴുവനായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നുള്ള ശില്പികളാണ് ഈ ഓരോ കൊത്തുപണികളും ചെയ്തിട്ടുള്ളത്. നമ്മൾ പണ്ട് കേട്ട രാമായണം, മഹാഭാരതം കഥകൾ, അതുപോലെ വാത്മീകി കഥകളും അറബിക് അതുപോലെ ഈജിപ്ഷ്യൻ കഥകളും ഒക്കെയാണ് ഈ ഓരോ ചുമരിലും കൊത്തി വച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണത് കാണാൻ. അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കണ്ട അതിശയം തോന്നും. വളരെ മനോഹരമായിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭംഗി കാണണമെങ്കിൽ ഒന്ന് രാവിലത്തെ ആ ഒരു പ്രകാശത്തിലും കൂടി കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യവെളിച്ചത്തിലും ഈ അമ്പലം കാണാൻ വേണ്ടി സാധിക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ 2 വ്യൂ നമുക്ക് കാണണമെങ്കിൽ ഒരു ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അമ്പലത്തിൻ്റെ അകത്ത് മുഴുവനായും ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് ഇറ്റാലിയൻ മാർബിളിലാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പുറമെ എത്ര മനോഹരമാണോ അതിനേക്കാൾ മനോഹരമാണ് അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. കൃഷ്ണനും രാധയും അയ്യപ്പനും രാമനും സീതയും അങ്ങനെ 7ഓളം മൂർത്തികളാണ് ഇവിടെ ഉള്ളത്.
ശേഷം എന്തെങ്കിലുമൊക്കെ സുവനീർസ് വാങ്ങണമെങ്കിൽ അതിനുള്ള ഷോപ്പുകളും എക്സിബിഷൻ സെൻറ്റേഴ്സ്, മ്യൂസിയം, അതുപോലെ ഫുഡ് കോർട്ട്, പ്രാർത്ഥനാ മുറികൾ, അങ്ങനെ ഒരുപാട്, അതുപോലെ ഗാർഡൻ, പല തീമിലുള്ള ഗാർഡൻസും ഒക്കെ ഇതിന് ചുറ്റുമായിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി താഴെ ഫുഡ് കോർട്ടിൽ പോയായിരുന്നു. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു ഫുഡുകളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സുവനീർസ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോഴും അവിടെയും അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അതും അവൈലബിൾ ആയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിയിൽ, ഞാൻ പറഞ്ഞില്ലേ, രാത്രിയിലെ വ്യൂ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു 6:30-7 മണിയോടുകൂടി അവിടെ ഗംഗാരതിയൊക്കെ ഉണ്ട്. സോ അവിടേക്ക് ഞങ്ങൾ പോയി. അതിനുശേഷം ഗംഗാരതിക്ക് നമുക്ക് എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യണം, അങ്ങനെ ദീപം വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. संयुक्तारवदेशत्र सनातनसुमन्दिरे लोकपावनि हे गङ्गे जलेऽस्मिन् सन्निधिं कुरु। ॐ श्रीगङ्गायै नमः। श्रीगङ्गाम् आवाहयामि, स्थापयामि, नमस्करोमि। अब हम गंगा आरती का लाभ प्राप्त करेंगे। गंगा पूजन हेतु आगे पधारे दर्शनार्थियों से नम्र निवेदन प्राप्त करें। We will now proceed with the Ganga Aarti. ഗംഗാരതിക്ക് ശേഷം അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ പാൽപ്പായസമൊന്നും ആയിരുന്നില്ല, കിച്ചടി ആയിരുന്നു. അപ്പോൾ എന്തായാലും പ്രസാദം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പോൾ UAE വരുന്നുണ്ട് എങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പറ്റുമെങ്കിൽ ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് വർക്കിംഗ് ഡേയിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാതെ സമാധാനത്തോടെ
രാവിലത്തെ വെളിച്ചത്തിലും വൈകുന്നേരത്തെ ഈ ഒരു ലൈറ്റുള്ള വ്യൂവും കാണാൻ വേണ്ടി സാധിക്കും.